ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം. ഒരു കൺസിഡറേഷൻ എനിക്ക് തരണം. എന്നെ ക്രിമിനലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത്. എല്ലാ വർഷം ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സീരിയസ് തിങ്. ഞാൻ ഇന്ന് ഇത്രയും നേരം സംസാരിച്ച കാര്യം നിങ്ങളൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ വനിതയല്ലേ? ഒരു ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനുണ്ടായ ഇഷ്യൂ ആണ് ഞാൻ സംസാരിക്കാൻ പോയത്. യു ഡോണ്ട് റാൻഡംലി നിങ്ങളിങ്ങനെ, ഞാൻ എൻ്റെ ഒരു ഈ കൂട്ടത്തിൽ എൻ്റെ വിഷമം പറഞ്ഞു. അല്ല, ഡെഫിനറ്റ്ലി വിഷമം അല്ലല്ല, എൻ്റെ ഫ്രസ്ട്രേഷനൊന്നുമല്ല, ഞാൻ എൻ്റെ സങ്കടം പറയാം. നിങ്ങളൊരു നടൻ എന്ന നിലയിൽ എൻ്റെ വേർഷൻ കൂടി നിങ്ങൾ എൻ്റെ വേർഷൻ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയാണ്, ഒരു സിനിമ അതായത് മേപ്പടിയാൻ ഒരു ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആയിരുന്നു. അതിനെക്കുറിച്ച് എത്ര ചർച്ചകൾ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ജയഗണേഷ് ഒരു നല്ല സിനിമയായിരുന്നു. ഞാൻ പറയുന്നത് അതൊരു പ്രൊപ്പഗൻഡ, പേര് വെച്ച് പ്രൊപ്പഗൻഡ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാം? എന്ന് വെച്ചാൽ എൻ്റെ സങ്കടത്തിൻ്റെ കാരണം ഇതാണെന്ന് ഇന്ന ആൾ പറഞ്ഞാൽ അത് എനിക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ. ഞാൻ പറയാണ്, ഈ ഇഷ്യൂ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ട്രാക്ഷൻ മാറ്റി ഇതിൽ വേറൊരു നടൻ്റെ പേരിട്ടപ്പോൾ ഐ ബിലീവ് നിങ്ങളെല്ലാവരും എക്സൈറ്റഡായി. അതല്ല, അതിൽ എൻ്റെ സുഹൃത്തിന് ഒരു പങ്കുമില്ല. അവൻ്റെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കണം. എൻ്റെ മാർക്കോ സിനിമ ഹിറ്റായപ്പോൾ ഞാൻ അവൻ്റെ കൂടെയാണ് അന്ന് രാത്രി ഇരുന്നത്. ARM ഹിറ്റായപ്പോൾ ഞാനാണ് ആദ്യം വിളിച്ചത്. ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പബ്ലിക്കലി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ ഐ റിയലി ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എ റൈറ്റ് വേ. ഒട്ടും ഹെൽത്തി അല്ല. ഞങ്ങൾ അന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റിക്കർ ഇട്ട് കളിച്ചു അത്ര തന്നെ. അതന്നെ, ആ സ്റ്റിക്കർ. ഇല്ല, അവന് പറയേണ്ട ആവശ്യമില്ല. അത്രയും സില്ലിയായ കാര്യം അത്. എനിക്കറിയില്ല ബോസ്, ഞാനിത് എൻ്റെ അഭിഭാഷകൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക. എനിക്കിതിൻ്റെ പ്രാക്ടിക്കാലിറ്റി അറിയില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നിങ്ങളമ്മ എൻ്റെ FKയിൽ പോയി ചോദിക്കുക, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിൽ ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്നിലേക്ക് വന്നപ്പോൾ ഞാനത് അന്വേഷിക്കാൻ പോയി. എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാറ്റേൺ, ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ വർക്കിലൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല. എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം. മാത്രമല്ല, ഞങ്ങളെല്ലാവരും വളരെ കോമൺ ഫ്രണ്ട്സാണ്. എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കരഞ്ഞുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത്. ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ ഞാനാണ്. ബിക്കോസ് അതിൽ കിട്ടല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആക്ച്വൽ വീഡിയോ പുറത്ത് വരാനാണ്. പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പേടിച്ച് കാണും. അതിൽ ശരി, ഞാൻ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് തന്നെ ആയിരുന്നു. അത് സങ്കടത്തോടെ സംസാരിച്ചതാണ്. എന്തിന് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് CCTV ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം. ഐ എം റിക്വസ്റ്റിംഗ് ഫ്രം മൈ സൈഡ്. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം. സീരിയസ്ലി. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് നിങ്ങൾ വാർത്തകൾ വരികയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ എനിക്ക് തരണം. എന്നെ ക്രിമിനലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത്. എല്ലാ വർഷം ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്തിൽ നിന്നായതുകൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല. ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചില രീതികളുണ്ട്. അത് ഞാൻ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് ഒരു രീതിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ശരിയല്ല. എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും, ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കാണും. അത് സിനിമയിൽ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനായിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാമായിരുന്നു. അയാളത് ചെയ്തില്ല. ഒരു ഘട്ടത്തിൽ പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാവും. എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു പണി എന്ന് പുള്ളി വിചാരിച്ചു. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്ക് എന്നോട് ഇപ്പോൾ വിരോധമാണ്. ഞാനത് സമ്മതിച്ചു. ഓക്കെ. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ന്യായം പിടിച്ചു നിൽക്കണം. അസോസിയേഷനിൽ പോയിട്ട് ഞാൻ 2-ാം തീയതിയാണ് എന്നെ വിളിച്ചേക്കണം. ഞാൻ പോയി സംസാരിക്കും. പോസിബിളി അവിടുന്ന് എന്താണ് അവർ പറഞ്ഞത്, ചിലപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞാൽ അതങ്ങനെ, അല്ലെങ്കിൽ കോടതി പറയുന്നത്. എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള
കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രുത്ത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും നന്ദി, പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും. മാത്രമല്ല ഇതിപ്പോൾ എല്ലാം തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു അത് സത്യമാണെന്നല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് എൻക്വയർ. ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. അവർ അങ്ങനെ എന്നോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നോട്ട് ഡൂയിങ് ഇറ്റ്. ബാക്കി ഐ തിങ്ക് ലാസ്റ്റ് ചോദ്യം. ഉണ്ടായിരുന്നു. അവർ പുള്ളിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. ഞാനൊരു കോംപ്രമൈസ് ടോക്കിൽ പോയിട്ട് അവസാനം ഞാനാണത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവന്നത്. ബിക്കോസ് ഈ PR എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം. പക്ഷെ പരാജയപ്പെടുന്ന സിനിമ ഞാൻ ആ PR ചെയ്തതെന്ന് ഇതുവരെ ഒരു PR കമ്പനിയും പറയുന്നത് കണ്ടിട്ടില്ല. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ PR ചെയ്ത പടം പരാജയപ്പെട്ടു എന്ന് ഞാൻ അവകാശപ്പെടുന്നത് ആരെയും കണ്ടിട്ടില്ല. ഒരു ഡയറക്ടറും അങ്ങനെ പറയില്ല, ഒരു നടനും അങ്ങനെ പറയില്ല. സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ ക്രെഡിറ്റ് വേണമെന്ന് സ്വാഭാവികമാണ്. പക്ഷേ എനിക്ക് ഫെയർ ആയിട്ട് നിർത്തണമെന്നുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അതിന് സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നോടൊരു ദേഷ്യവും ഗ്രഡ്ജൊക്കെ ഉണ്ടാവാം. പക്ഷേ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ്. മാം ഇത് ഓൾമോസ്റ്റ് 3 years പോലെ. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൂഫ് കയ്യിൽ വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുക. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ പ്രൂഫ് എന്നല്ല, ഈ പറയുന്ന ആൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ചിലപ്പോൾ അവർ പേരുകളൊന്നും പറയില്ല, ബട്ട് എക്സിസ്റ്റിംഗ് കംപ്ലയിൻറ്റ് ഉണ്ടാവുമല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഭയങ്കര ഇമോഷണൽ. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ അല്ലേ? താങ്ക് യു അല്ലേ? തടയിടാൻ ആൾക്കാരുണ്ട്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് അവരുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെ എനിക്കറിയാം. പക്ഷെ അത് ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്തോളാം. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഡസ്ട്രി വളരണം, മലയാള സിനിമ മുന്നോട്ട് പോകണമെന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു, അതങ്ങ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സിനിമ മേഖലയിൽ നിന്ന് എല്ലാവർക്കും സക്സസ് കിട്ടട്ടെ. എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. ഇനിയും പുതിയ ഇപ്പോൾ മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കാണണമെന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗംഭീര എന്ന് വെച്ചാൽ ഡാൻസും അതൊക്കെ ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് എന്നൊരു സിനിമ. സോ അതൊക്കെയാണ് ഞാൻ എപ്പോഴും തിയേറ്ററുകൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് തിയേറ്ററിൽ ഒരു ഓളം കണ്ടിട്ട് ഞാൻ സിനിമയിൽ വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സിനിമകൾ വിജയിക്കട്ടെ. അതിൽ ഒരു ഉണ്ണിമൂന്നന് അത്ര വലിയ അവ്യാജമായ ഘടകമൊന്നുമില്ല. ബട്ട് ഞാനിവിടെ ഉണ്ടല്ലോ, എനിക്കും എൻ്റെതായ സ്പേസ് ഉണ്ട്. ഞാനത് മുന്നോട്ട് സിനിമ ചെയ്തു പറഞ്ഞ പോലെ തുടരും. ഓക്കെ.